വെൽക്കം ടു കറി കോർണർ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ദോശ റെസിപ്പിയാണ്. പലതരം ദോശകളുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തക്കാളി ദോശയാണ്. അതിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചട്നിയും കൂടി ഉണ്ട്. ഈ ദോശ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ തക്കാളി ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയും 1 കപ്പ് ഇഡ്ലി അരിയും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി 2 മുതൽ 3 മണിക്കൂർ നല്ലോണം സോക്ക് ചെയ്ത് വെച്ചതാണത്. ഈ തക്കാളി ദോശ ഉണ്ടാക്കാൻ 4 പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇതിൻ്റെ കൂടെ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ചുവന്ന മുളകും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതിൻ്റെ കൂടെ നല്ലോണം കഴുകി വൃത്തിയാക്കിയ മല്ലിയിലയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ കൂടെ ഉപ്പും കായപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകവും കുരുമുളകുമാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതിനെ മിക്സി ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാൻ പോകുകയാണ്. ആദ്യം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയ തക്കാളി, പച്ചമുളക്, വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ എടുത്തതിൽ പകുതി മല്ലിയില, പിന്നെ ഒരു ഫ്ലേവറിന് കറിവേപ്പില, ഇതിൻ്റെ കൂടെ ജീരകവും കുരുമുളകും ചേർത്തിട്ട് നമ്മൾ നൈസായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതിനെ വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇതിപ്പോൾ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അരി കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അരച്ചെടുക്കുന്നത് ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം. മിക്സി ജാറിൽ മുഴുവൻ കൊള്ളാത്തതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ മാവരച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2-3 സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. ആദ്യം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചെറുതായി കൊത്തിയരിഞ്ഞ മല്ലിയില, കറിവേപ്പിൻ്റെ ഇല, ഇതൊക്കെ ചേർത്ത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ദോശമാവ് ഇപ്പോൾ റെഡിയാണ്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിന് കോമ്പിനേഷനായിട്ട് ഒരു ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പീച്ചിങ്ങ കൊണ്ടിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. നല്ല വലിയ ഒരു പീച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കളയാം. എന്നിട്ട് പീച്ചിങ്ങയിലുള്ള ഈ ഷാർപ്പ് എഡ്ജസിനെ ഒരു പീലർ കൊണ്ട് ഇങ്ങനെ പീൽ ചെയ്ത് എടുത്ത് കളയാം. ഇത് നാര് പോലത്തെ ഒരു സാധനമാണ്, അതുകൊണ്ട് ഇതിനെങ്ങനെ മാറ്റിക്കളയുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം ചൂടായതും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇതിനെ ഫ്രൈ ചെയ്യണം. ഇത് ലേശം ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് വറ്റൽമുളക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടാൻ 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഞാനിവിടെ 1 എണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് ലേശം ഒന്ന് വണങ്ങിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം വണങ്ങി സോഫ്റ്റ് ആകുന്നവരെ വണക്കിയെടുക്കണം. ഇത് വണക്കുമ്പോൾ തീ നല്ലോണം കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ഇത് പെട്ടെന്ന് കുക്കാവുന്ന ഒരു വെജിറ്റബിളാണ്, വേഗം ആയിക്കോളും. കണ്ടില്ലേ, ഇപ്പം തന്നെ ലേശം ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങി. ഈ സ്റ്റേജിൽ ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടി വേഗം ഒന്ന് കുക്കായിക്കോളും. ഇത് ലേശം ഒന്ന് വണങ്ങിയതിന് ശേഷം ഒരു 1/2 കപ്പ് ചിരവിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നല്ലോണം ഒന്ന് വണങ്ങിക്കോട്ടെ. ഇപ്പോൾ ഈ ചട്നിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ലോണം ഒന്ന് വണങ്ങിക്കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ മിക്സി ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാൻ പോകുകയാണ്. അതിന് മുന്നതായിട്ട് ഇത് നല്ലോണം ഒന്ന് തണുത്തോട്ടെ. നല്ല പോലെ തണുത്ത് കഴിഞ്ഞു. ഇതിനെ മിക്സി ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചട്നിയുടെ പാകത്തിൽ അരച്ചെടുക്കാം. ചട്നി അരച്ചതിന് ശേഷം കടുക് വറുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഒരു പാൻ ചൂടാക്കി സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ എണ്ണ എടുത്ത് ഇങ്ങനെ ലേശം ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാവെടുത്ത് ഇങ്ങനെ തിന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഈ ദോശ നല്ലോണം തിന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. കണ്ടില്ലേ, ഇങ്ങനെ ഈവനായിട്ട് ഒരുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ക്രിസ്പി ആയിട്ട് ദോശ കിട്ടുന്നത്. ഈ തക്കാളി ദോശയുടെ റെസിപ്പി എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ ചെറിയമ്മയാണ്. അവരുണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദോശ റെസിപ്പിയാണ് ഈ തക്കാളി ദോശ. കാണുമ്പോൾ അടദോശ പോലെ തോന്നും, പക്ഷേ ഇത് അതിനേക്കാളും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ദോശയാണ്. നല്ല ഫ്ലേവർഫുള്ളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയും കൂടിയാണത്. ഇതേപോലെ നമ്മൾ എല്ലാ ദോശകളും ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ തക്കാളി ദോശയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചട്നി നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഈ രണ്ടും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ തക്കാളി ദോശയും അതിൻ്റെ കൂടെ പീച്ചിങ്ങയുടെ ചട്നിയും ഒന്ന് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയതായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. Thanks for watching. Please like, comment and share. If you're new to my channel, please subscribe and press the bell icon to get all my new updates. See you in my next video with a new recipe. Until then, take care. Bye.